വാഹന ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് വമ്പന്മാർ കൈകോർക്കുന്നു. ആഗോള വാഹന ഭീമനായ ഹ്യൂണ്ടായിയും ഇന്ത്യൻ വാഹന വിപണിയിലെ തറവാടിത്തമുള്ള ടി.വി.എസും. ഇലക്ട്രിക് വാഹന രംഗത്ത് പുതിയൊരു ചരിത്രം കുറിക്കാൻ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ രണ്ട് കമ്പനികൾ ഒന്നിക്കുന്നത്? ഇവരുടെ ലക്ഷ്യം എന്താണ്? സാധാരണക്കാരായ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷകൾ മുതൽ ചെറുവാഹനങ്ങൾ വരെ ഇനി എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നത്? നമുക്ക് നോക്കാം. കരാറിന്റെ പ്രത്യേകതകൾ. ഇത് വെറും ഒരു ബിസിനസ് എഗ്രിമെന്റ് മാത്രമല്ല, ഓരോ കമ്പനിയുടെയും കരുത്ത് പരസ്പരം പങ്കുവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹ്യൂണ്ടായിയുടെ പങ്ക്. ആഗോളതലത്തിൽ തന്നെയുള്ള ഗവേഷണ വികസന മികവും അത്യാധുനിക ടെക്നോളജിയും ഹ്യൂണ്ടായി കൊണ്ടുവരുന്നു. അതായത് വാഹനത്തിന്റെ ഡിസൈനും എഞ്ചിനീയറിംഗും ഇനി ഹ്യൂണ്ടായിയുടെ കൈകളിലായിരിക്കും. ടി.വി.എസിന്റെ പങ്ക്. 3 വീലർ നിർമ്മാണത്തിൽ ടി.വി.എസിനുള്ള ദശാബ്ദങ്ങളുടെ അനുഭവ സമ്പത്ത് അവർ ഉപയോഗിക്കും. കൂടാതെ ഇന്ത്യയിലെ റോഡ് സാഹചര്യങ്ങളെ കുറിച്ചുള്ള അവരുടെ ആഴത്തിലുള്ള അറിവ് നിർമ്മാണത്തിലും വിപണനത്തിലും വലിയ മുതൽക്കൂട്ടാകും. ഇന്ത്യയുടെ ലാസ്റ്റ് മൈൽ മൊബിലിറ്റിയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. നമ്മൾ നഗരങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷകളും ചെറുവാഹനങ്ങളും എല്ലാം ഇലക്ട്രിക് ആകാൻ പോവുകയാണ്. വെറും ഒരു 3 വീലർ അല്ല ഇത്. യാത്രക്കാർക്ക് മാത്രമല്ല, ചരക്ക് നീക്കത്തിനും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസായും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രത്യേകതകൾ. വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് പോലും സൗകര്യപ്രദമാകുന്ന രീതിയിൽ സീറ്റുകൾ ക്രമീകരിക്കാം എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. ഇന്ത്യൻ കാലാവസ്ഥയെയും റോഡുകളെയും ഇവർ നന്നായി പരിഗണിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളക്കെട്ടുകളിൽ കൂടി പോകാൻ വാഹനത്തിന്റെ ഉയരം കൂട്ടാൻ സാധിക്കും. കൂടാതെ ചൂട് കുറയ്ക്കാൻ മേൽക്കൂരയിൽ ഹീറ്റ് റെഡ്യൂസിംഗ് പെയിന്റും അകത്ത് വാട്ടർ റെസിസ്റ്റന്റ് മെറ്റീരിയലുകളും ഉപയോഗിക്കുന്നു. ഇതിന്റെ ഘടകങ്ങളെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയൊരു കരുത്താണ് ലഭിക്കുന്നത്. സ്പെയർ പാർട്ടുകൾ എളുപ്പത്തിൽ ലഭിക്കുമെന്നും മികച്ച സർവീസ് ലഭിക്കുമെന്നും ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു. ഹ്യൂണ്ടായിയുടെ സാങ്കേതിക വിദ്യയും ടി.വി.എസിന്റെ മാർക്കറ്റ് അനുഭവവും ചേരുമ്പോൾ ഇന്ത്യൻ നിരത്തുകൾ തീർച്ചയായും മാറിമറിയും. സുരക്ഷിതവും മലിനീകരണമില്ലാത്തതുമായ ഒരു ഗതാഗത സംവിധാനത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുമ്പോൾ ഈ കൂട്ടുകെട്ട് വലിയൊരു വിപ്ലവത്തിന് തുടക്കമിടും. ഈ പുതിയ കൂട്ടുകെട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. വാഹന ലോകത്തെയും ബിസിനസ് ലോകത്തെയും ഇത്തരം വിശകലനങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.